ഇന്ന് നമുക്കേ ബ്രഷ് പെൻ വെച്ചിട്ട് ഒരു ആർട്ട് ചെയ്യാട്ടോ. അപ്പൊ ആദ്യം ഞാൻ പേസ്റ്റൽ കളറിന് പിങ്ക് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു പൂവിന്റെ ഷേപ്പിൽ വരച്ചു കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു ആർട്ട് ശരിയാവുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പില്ല. അതുകൊണ്ട് ഞാൻ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് അതിങ്ങനെ മടക്കി വെച്ചിട്ട് അതിലേക്കാണ് കേട്ടോ ഈ ചിത്രം വരച്ചു കൊടുക്കുന്നത്. പിങ്ക് ഏകദേശം ഒരു പൂവിന്റെ ആകൃതിയിൽ വരച്ചിട്ട് ഒരു ബ്ലൂ കളറിൽ ഒരു പെറ്റൽ ഞാൻ വരച്ചു കൊടുത്തു. പിന്നെ ഞാൻ ഡാർക്ക് ഗ്രീനും കൊണ്ട് അതിന്റെ തണ്ട് വരച്ചു കൊടുത്തു. പിന്നെ അതിന്റെ ഒരു ലൈറ്റ് ഗ്രീൻ കൊണ്ട് ഇലകൾ ഞാൻ വരച്ചു കൊടുക്കുകയാണ്. ഇപ്പുറത്തെ വശത്തുള്ള ഇല ഒരു ബ്ലൂ കളറിലാട്ടോ വരച്ചു കൊടുക്കുന്നത്. പിന്നെ മുകളിലത്തെ ആ പെറ്റിലിൽ ഒരു ചെറിയ പിങ്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഡാർക്ക് ബ്ലൂ കൊണ്ട് ആ ഇലയിൽ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് ഇപ്പുറത്തെ ഇലയിൽ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തു. അടുത്ത നമ്മുടെ വർക്ക് ചെയ്യുന്നത് ഈ വെള്ളമാണ് കേട്ടോ. ഈ വെള്ളത്തിൽ ഈ ഒരു ബ്രഷ് മുക്കിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഫ്ലവറിന്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല. അതിന്റെ നടുവിൽ ഒരു മജന്ത കളർ ഇതുപോലെ ഒന്ന് കൊടുക്കുകയാണ്. ഇനി അതിന്റെ സെന്ററിലായിട്ട് റെഡ് കളർ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഫ്ലവറിലും ഇതുപോലെ വെള്ളം വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിൽ ആ റെഡ് തുടങ്ങുന്നിടത്തും പിന്നെ മജന്ത അടിച്ചു കൊടുത്തില്ലേ, അതിലേക്കും അതിന്റെ സൈഡിലേക്കും അതിന്റെ മുകൾ വശത്തേക്കായിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് ആ വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ആ ബ്ലൂ കളർ പെറ്റില് അതുപോലെ ബ്ലൂ കളറിൽ ലീഫ് അടിച്ചിട്ടില്ലേ, അതൊക്കെ നമ്മൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഒരു വൈറ്റ്നർ എടുത്തിട്ട് പൂമ്പൊടി വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി. ലാസ്റ്റ് ആ തണ്ടിലും കൂടി വെള്ളം അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിട്ടോ. കാരണം ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ വാട്ടർ കളർ വെച്ചിട്ട് ഒരു പിക്ചർ വരച്ചിരിക്കുന്നത് കണ്ടു. അപ്പൊ ഞാൻ അത് ബ്രഷ് പെൻ വെച്ചിട്ടൊന്ന് വരയ്ക്കാൻ പറ്റുമെന്ന് നോക്കിയതാട്ടോ. അത് സംഗതി സക്സസ് ആയി. അപ്പൊ പിന്നെ എന്ന് പറയണ പോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആർട്ടും ക്രാഫ്റ്റും ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.